ഹായ് ഹലോ വെൽക്കം ടു മോംസ് ഗാർഡൻ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് നേരെ പോകുന്നത് ചേർത്തലയിലാണ്. ചേർത്തല ശ്യാമേട്ടൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ കൊച്ചിൻ്റെ വിരുന്നാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ബസ്സിലാണ്. നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ്സിൽ നേരെ ചേർത്തലയിലോട്ട് ആലുവയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആലുവയിൽ നിന്ന് ചേർത്തല ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പെരുമ്പാവൂർ ടൗണാണ്, ഗാന്ധി സ്ക്വയറിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ആലുവയിലോട്ടാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ആലുവയിലെത്തി. ആലുവയിൽ നിന്ന് നേരെ എറണാകുളത്തോട്ടാണ്. അപ്പോൾ നമ്മൾ വയറ്റിലെ ഹബ്ബ് വഴി ഇടപ്പള്ളി, ലുലു മാള് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വയറ്റിലെ ഹബ്ബ് വഴി നേരെ ആണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആലുവ മുട്ടം ആ ഭാഗം കൊണ്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പോകുന്നത് രാവിലത്തെ കാഴ്ചകളാണ്. എറണാകുളത്ത് നല്ല തിരക്കുണ്ട്, സൺഡേ ആയിരുന്നു, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. എറണാകുളത്ത് ബസ്സിലൊക്കെ പോയിട്ട് കുറേ നാളായി. നമ്മളിങ്ങനെ കൊണ്ടിരിക്കുക. നമ്മൾ വയറ്റിലെ ഹബ്ബിലെത്തി. ഹബ്ബിൽ എന്തോരം ബസ്സുകളാണ് കിടക്കണേ. ബസ് ഒക്കെ പോകും. പക്ഷേ റോഡ് മഴ പെയ്തപ്പോൾ കട്ട വിരിച്ചതെല്ലാം കാണുന്ന വെള്ളം ഭയങ്കര ഇടങ്ങറായി കിടക്കുക. കട്ടയെ വിരിച്ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുലികൾ വന്നിട്ട് അതിൽ നമുക്ക് വെള്ളം. അവിടെ നിന്ന് നേരെ നമ്മൾ വയറ്റിൽ നിന്ന് നേരെ നമ്മൾ ചേർത്തലയിലോട്ട് പോകും. ചേർത്തല നമുക്ക് കുറവൂരിന് ഇപ്പുറത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. പാട്ടുകുളങ്ങര എന്നുള്ള അവിടെയും നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിൽ അവിടെയാണ് ഇറങ്ങി. അവിടെ ഇറങ്ങിയുള്ള കാഴ്ച ഇവിടെ ഫോറമാളുണ്ട്. ഫോറമാള് കൊണ്ടല്ലൊരു ഫോറമാള് പുതുതട്ടൊന്ന് മാളാണ്. കുറേ നാളായി വന്നിട്ട് നമ്മളിതൊരിക്കലും കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ട്. പോർഷയുടെ മെട്രോയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ നേരെ എത്തിയത് പാട്ടുകുളങ്ങര എത്തി. അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ശവണ്ടൻ്റെ പെങ്ങളൊക്കെ അവിടെ ഉള്ളത്. അപ്പം നമ്മൾ അവരുടെ കാറിൽ കയറി നമ്മൾ പാട്ടുകുളങ്ങര വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ചെറുക്കൻ്റെ അപ്പച്ചിൻ്റെ ചെറുക്കൻ്റെ പെങ്ങളാണ്. ഇതാണ് ചെറുക്കന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിരുന്ന് പിന്നെ അപ്പച്ചിയാണ്, അപ്പച്ചിയുടെ മോനാണ് ഇപ്പുറത്ത് നിന്നത്. നമ്മൾ എല്ലാവരും എത്തുന്നതിന് നേരത്തെ തന്നെ എത്തി. അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ചെറുക്കൻ്റെ അമ്മ, ഇത് ചെറുക്കൻ്റെ അച്ഛൻ, ഇത് ചെറുക്കൻ്റെ അച്ഛൻ വെള്ളം ഇവിടെ പിടിക്കുന്ന ചെറുക്കൻ്റെ അച്ഛൻ, നമ്മളെ കുട്ടൻ ചേട്ടൻ. ശ്യാമേട്ടൻ്റെ അച്ഛൻ്റെ അനിയായി പരമേശ്വരൻ. ഇത് മാമാട്ടിയുടെ ഹസ്ബൻഡ് ശ്രീകുട്ടൻ. ആൾക്കാരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും വീഡിയോയിലൊക്കെ വരാൻ ആക്കിയിടത് അപ്പച്ചിയാണ്, ശ്യാമേട്ടൻ്റെ അപ്പച്ചി.
ഇത് വലിയ മടമോട് ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും വീഡിയോയിലോട്ട് വരാനായിട്ട് ഇതാണ്. അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോയിൽ എടുക്കാത്തത്. ഇത് അപ്പച്ചയാണ്, ശ്യാമേട്ടൻ്റെ അപ്പച്ച, അച്ഛൻ്റെ പെങ്ങൾ. ചിറ്റ ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ചിറ്റ. വലിയച്ഛൻ്റെ മോൻ ചിറ്റപ്പനും അപ്പച്ചയും കൂടെ അന്നാണ് വർത്താനം പറയുന്നത്. അപ്പച്ചൻ്റെ പേരക്കിടാവാണ് ഇപ്പുറത്തിരിക്കുന്നത്. മോള് 10ാം ക്ലാസ്സിൽ. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളൂ. എല്ലാവർക്കും നാളോട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ എല്ലാം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് വലിയച്ഛൻ്റെ മോനാണ് ബീച്ചേട്ടൻ, ചിറ്റ സതിച്ചിറ്റ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ബീച്ചേട്ടൻ്റെ വൈഫ്, ഇത് മഞ്ജു, രമേശിൻ്റെ ചിറ്റ മോൻ, അങ്ങനെ ഇത് ചിറ്റപ്പൻ്റെ പേരക്കിടാവാണ്. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ പെണ്ണിൻ്റെ ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ 2-2:30 തിരിച്ച് വന്നു. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറി കലൂർ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിലുള്ള യാത്രകളായിരുന്നു മൊത്തം. മഴയും ബസ്സിലെ യാത്രയുമായിട്ട് നമ്മളിങ്ങനെ പോയി വന്നു. ഒരു വൈകുന്നേരം 7-8 മണിയോടുകൂടി നമ്മൾ പെരുമ്പാവൂർ തിരിച്ചു വന്നു. ഇത് പോകുന്ന വഴിയാണ് പാട്ടുകുളങ്ങര. ആ വഴിയിൽ നിന്ന് പോയി ഇവിടെ നിന്ന് നേരെ ചെന്ന് കയറുന്നത് കലൂരാണ്. കുറേ ഓടാനുണ്ട്, കുറേ ദൂരമുണ്ട്. ഒരു ദിവസം സൺഡേ ആണ് വീട്ടിൽ.